നമസ്കാരം. ഇന്നത്തെ റെസിപ്പി കടച്ചക്ക ഫ്രൈ ആണ്. ഒരു കടച്ചക്ക ഇതിനായി എടുത്തിട്ടുണ്ട്. 1 കിലോ വെയിറ്റ് ഉള്ളതാണ്. ഇത് കഴുകി വൃത്തിയാക്കി തുടച്ചെടുത്തിട്ടുണ്ട്. പകുതിയാക്കി മുറിച്ചതിന് ശേഷം ഓരോ പകുതിയും വീണ്ടും നെടുകെ മുറിച്ചെടുക്കണം. ഇതുപോലെ മുറിച്ചെടുക്കാം. ഇങ്ങനെയാകുമ്പോൾ തൊലി ചെത്തിക്കളയാൻ എളുപ്പമാണ്. ഇനി ഓരോ കഷ്ണവും തൊലി കളഞ്ഞെടുക്കാം. നടുവിലുള്ള ഭാഗം മുറിച്ച് കളയണം. അതിനുവേണ്ടി ഇതുപോലെ 2 സൈഡിൽ നിന്നും മുറിച്ചാൽ എളുപ്പത്തിൽ മുറിഞ്ഞു പോരും. കടച്ചക്ക മിതമായി കഴിച്ചാൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടുകയില്ല എന്നാണ് പറയപ്പെടുന്നത്. ബ്ലഡ് പ്രഷർ കുറയ്ക്കുന്നതിനും ഇത് സഹായിക്കുന്നുണ്ട്. ധാരാളം ഫൈബറും പോഷകങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും നല്ലതാണ്. നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്നതാണല്ലോ കടച്ചക്ക. ഇത് വറുത്തെടുക്കാനും കറി വയ്ക്കാനും അതുപോലെ തോരൻ ഉണ്ടാക്കാനും വളരെ നല്ലതാണ്. കറി വയ്ക്കുമ്പോൾ നല്ലപോലെ വേവിച്ചെടുക്കണം. വേവ് കുറഞ്ഞത് കഴിക്കുമ്പോഴാണ് വയറിനകത്ത് ഗ്യാസ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇതുപോലെ എല്ലാം തൊലി ചെത്തി എടുക്കാം. ഇപ്പോൾ ഇതെല്ലാം തൊലി കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും നെടുകെ മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കണം. എല്ലാം ഒരേ കനത്തിൽ അരിയാനായിട്ട് ശ്രദ്ധിക്കണം. പല കനത്തിൽ അരിഞ്ഞാൽ ഒരുപോലെ മൊരിഞ്ഞ് കിട്ടില്ല. കഴിയുന്നതും കനം കുറച്ച് അരിയുന്നതാണ് നല്ലത്. കട്ടി കൂടിയാൽ ഫ്രൈ ആവാൻ സമയമെടുക്കും. തൊലി ചെത്തിയിട്ട് വെള്ളത്തിലിടേണ്ട ആവശ്യമില്ല. ഇത് മൂത്ത കടച്ചക്കയാണ്, അതുകൊണ്ട് ഇതിന് കറയും കുറവാണ്. വെള്ളത്തിലിട്ടാൽ വെള്ളം വലിച്ചെടുത്ത് അത് മൊരിഞ്ഞു കിട്ടാൻ കൂടുതൽ സമയമെടുക്കും. എണ്ണയും കൂടുതൽ വലിച്ചെടുക്കും. അതുകൊണ്ട് മുറിക്കുന്നതിന് മുൻപ് കടച്ചക്ക നന്നായി കഴുകി തുടച്ചാൽ മാത്രം മതി. ചുവട് കട്ടിയുള്ള പാത്രത്തിൽ മാത്രമേ വറുത്തെടുക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ എണ്ണ വേഗം പുകഞ്ഞു പോകും. ഇപ്പോൾ എല്ലാ കഷ്ണങ്ങളും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറേശ്ശെ തിളച്ച എണ്ണയിലിട്ട് വറുത്ത് കോരിയെടുക്കാം. എല്ലാം കൂടി ഒന്നിച്ചിടരുത്. അങ്ങനെ ചെയ്യുമ്പോൾ കുറേ എണ്ണ ഉപയോഗിക്കേണ്ടി വരും. പാചകം ഒട്ടും അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ ഒരു കാര്യം പറയുന്നത്. പാകത്തിന് എണ്ണ ഒഴിച്ചാൽ 3-4 തവണയായി വറുത്തു വരാം. അടുത്തതായി ഇതിലേക്ക് ആവശ്യമായ ഉപ്പുവെള്ളം ശരിയാക്കി വയ്ക്കാം. 2 ടേബിൾ സ്പൂൺ ഉപ്പാണ് എടുത്തിട്ടുള്ളത്. അത് പൊടിയുപ്പായാലും കല്ലുപ്പായാലും കുഴപ്പമില്ല. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് കലക്കി വയ്ക്കാം. രുചിച്ച് നോക്കുമ്പോൾ ഉപ്പിൻ്റെ ടേസ്റ്റ് കൂടുതൽ വേണം. ഈ ഉപ്പുവെള്ളം കുറച്ച് മാത്രമേ ഓരോ തവണയും വറുക്കുമ്പോൾ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ഇനി സ്റ്റൗവിൽ ചൂട് കട്ടിയുള്ള പാത്രം വയ്ക്കാം. ചൂടായാൽ വറുക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 250 ml വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ആവശ്യമെങ്കിൽ കുറച്ചുകൂടി ഒഴിക്കാം. വെളിച്ചെണ്ണയിൽ വറുക്കുന്നതിനാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. താല്പര്യമനുസരിച്ചുള്ള മറ്റ് എണ്ണകൾ ഉപയോഗിക്കാം. തീ കൂട്ടി വയ്ക്കണം. നല്ലപോലെ ചൂടായാൽ മാത്രം അരിഞ്ഞ കടച്ചക്ക കഷ്ണങ്ങൾ കുറച്ച് ഇട്ട് കൊടുക്കാം. ഇട്ട ഉടനെ ലെവലാക്കാൻ വേണ്ടി മാത്രം ഇളക്കിയാൽ മതി. ഫ്രീ ആയി ഇളക്കാൻ പറ്റുന്ന രീതിയിൽ മാത്രമേ കഷ്ണങ്ങൾ ഇടാൻ പാടുള്ളൂ. 4 മിനിറ്റിന് ശേഷം മാത്രം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. തീ കൂട്ടി തന്നെ വയ്ക്കണം. മൊരിഞ്ഞ് വന്നാൽ ഇളക്കുമ്പോൾ ഒരു ശബ്ദമുണ്ടാകും. ഈ സമയത്ത് മാത്രം 1 ടേബിൾ സ്പൂൺ ഉപ്പുവെള്ളം ഒഴിച്ചു കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ മാത്രം ഉപ്പുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഉടനെ തന്നെ നല്ലപോലെ ഇളക്കണം. എങ്കിലേ ഉപ്പ് എല്ലായിടത്തും ഒരുപോലെ പറ്റി പിടിക്കുകയുള്ളൂ. പിന്നീട് ഉപ്പുവെള്ളം വറ്റിയാൽ നല്ലതുപോലെ മൊരിഞ്ഞ് കിട്ടും. ഇപ്പോൾ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് കോരിയെടുത്ത് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. തീ കൂട്ടി തന്നെ വെച്ച്
ബാക്കി കഷ്ണങ്ങൾ കൂടി കുറേശ്ശെ ഇട്ട് കൊടുത്ത് വറുത്തെടുക്കണം. ഓരോ തവണ വറുക്കുമ്പോഴും ഉപ്പുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിൻ്റെ അളവ് കുറച്ച് കൊണ്ടുവരണം. ഇപ്പോൾ എല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. നല്ല വിളഞ്ഞ കടച്ചക്കയാണ് വറുക്കാൻ നല്ലത്. അങ്ങനെയാണെങ്കിൽ നല്ല ഒരു മഞ്ഞ കളറും ടേസ്റ്റും ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് പൊട്ടിച്ച് നോക്കാം. നന്നായി പൊട്ടി വരുന്നുണ്ട്. നല്ല ഒരു സ്നാക്കാണിത്. വായു കടക്കാത്ത പാത്രത്തിൽ ഇട്ട് വെച്ചാൽ കുറേ നാൾ സൂക്ഷിച്ച് വയ്ക്കാം. ഇതുപോലെ കടച്ചക്ക വറുത്ത് ഉപയോഗിച്ചാൽ പ്രായഭേദമന്യേ എല്ലാവർക്കും ഇഷ്ടപ്പെടും. താങ്ക് യു.